ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ വരവും പോക്കും ചെയ്തുമെല്ലാം രഹസ്യമാണല്ലോ. അങ്ങനെയാണല്ലോ ഇവിടെ വരെ എത്തിയതും. നീ രാജകുമാരിയാണെന്ന് പറഞ്ഞ് രമയെ പറ്റിച്ചു. അത് കഴിഞ്ഞു പറഞ്ഞു അനാഥയാണെന്ന്. അമ്മായി, ഞങ്ങളങ്ങ് വീട്ടിൽ തിരിച്ചുപോയാലോ എന്ന് ആലോചിക്കുക. ഇവിടെന്താ പ്രശ്നം? പിന്നെ നിങ്ങൾക്കിവിടെ ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. എത്ര സൗകര്യമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീടിന്റെ അത്രയും വരില്ലല്ലോ ഈ വീട്. അതുകൊണ്ട് നിങ്ങൾക്ക് പോണെങ്കിൽ പോകാം. ഞങ്ങൾക്കിഷ്ടം ഇവിടെ നിൽക്കുന്നത് തന്നെയാ. രമ പറഞ്ഞ വാക്കിന്മേല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതാ പോകാനൊരു മടി. ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. അതിപ്പോ നിങ്ങൾ അവിടെയായാലും ഇവിടെയായാലും ഞാൻ നടത്തിത്തരും. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. ധൈര്യമായി നിങ്ങളുടെ വീട്ടിൽ പോയിക്കോ. അമ്മായി വാക്ക് പാലിക്കുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അമ്മായിയെ ഞങ്ങക്ക് വിശ്വാസം തന്നെയാ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോണെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല. ചിലർക്കോ? അതാർക്കാ? എന്താ, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറയാൻ രമ കാര്യങ്ങളൊക്കെ. രമ പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അത് പക്ഷേ അർജുന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അവളുടെ ഇഷ്ടം ഇവിടെ ആരാ നോക്കുന്നത്? ഇതാണോ ഇത്ര വലിയ കാര്യം? അതങ്ങനെ നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല. സഹോദരിയുടെ ബന്ധവും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് അട്ടിപ്പേര് കിടക്കുമെന്നാ അവള് പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ഓസിന് തിന്നുന്നു. ഇവിടുത്തെ ജോലിക്കാരികളുടെ കൂടെയാ അവള് ഞങ്ങളെ കണ്ടിട്ടുള്ളതെന്ന് അങ്ങനെ എപ്പോഴെപ്പോഴും പറയുമ്പോ മനസ്സങ്ങ് നുറുകി പോവാ. അറിയോ രമയ്ക്ക്? അതൊക്കെ പോട്ടെ, പിന്നെ സഹിക്കാം. അർജുനെ ഇവൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് എപ്പോഴും എന്റെ കൊച്ചിനെ അവളങ്ങ് കളിയാക്കും. എത്രയെന്നും പറഞ്ഞ ഇതൊക്കെ ഞങ്ങൾ കേട്ടു നിൽക്കുന്നത്. രമ തന്നെ പറ, പരിഹാസത്തിനൊക്കെ ഒരു പരിധി വേണ്ടേ? ഞങ്ങളെന്താ അത്രയ്ക്കങ്ങ് താഴെക്കിടയിലുള്ളവരാണോ? രമയ്ക്ക് വേണ്ടത് ആ മണിമാലയ. രമയ്ക്ക് ആ മണിമാലയെ കുറിച്ച് വ്യക്തമായി അറിയാം. ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞത് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നീയെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇതൊക്കെ മോളുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. നോക്ക്, ആരോടും പറയില്ലെന്ന് മോളച്ഛന് വാക്ക് തരണം. ഇല്ലച്ചാ, ഞാനായിട്ട് പറഞ്ഞത് ആരും അറിയില്ല. അതെന്റെ വാക്കാ. അച്ഛന് സമാധാനായി. പിന്നെ നീയും അമ്മയും തുമ്പിയും വളരെ സൂക്ഷിക്കണം. മോളെ, നിങ്ങൾ എന്റെ മക്കളാണെന്ന് രമ അറിഞ്ഞാൽ അത് വലിയ അപകടം. കുറച്ച് ബാധ്യതയുണ്ടച്ചാ. അത് വീട്ടിൽ കഴിഞ്ഞാ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഞാനിപ്പോ ആലോചിക്കുന്നത് അച്ഛന്റെ കേസിനെ കുറിച്ചാ.
അച്ഛനെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താന്നാ? അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. അച്ഛൻ എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? അച്ഛൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ മോളെ. കൊട്ടാരത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി പോണം. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒന്നും കൊട്ടാരത്തിലുണ്ടാവും. തീർച്ച. നാട്ടുകാരിൽ കുറച്ചുപേരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. നരേന്ദ്രനെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നീ മഹിയായിട്ട് അതേക്കുറിച്ചൊന്ന് ആലോചിക്ക്. മതി സംസാരമൊക്കെ. കൂട്ടി പോവാൻ നോക്ക്. മോള് ചെല്ല്. പിന്നെ അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഏയ്, നീ എവിടേക്കടി? എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. എന്തിന്? ഞാൻ പുറത്തു പോകുന്ന എന്തിനാണെന്ന് ഈ സഭയിൽ പറയേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ കാർ എടുത്ത് പോകാനും പറ്റില്ല. അതിന് നിങ്ങളുടെ കാറൊന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ. ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരൂ. അത് എനിക്ക് വിലക്ക് കൽപ്പിച്ചോണ്ടൊന്നല്ല. ഞാൻ പോകുന്നതും വരുന്നതും ഇവിടെയുള്ളവരാരും അറിയണ്ടെന്ന് കരുതി തന്നെയാ. നിന്റെ വരവും പോക്കും ചെയ്തുമെല്ലാം രഹസ്യമാണല്ലോ. അങ്ങനെയാണല്ലോ ഇവിടെ വരെ എത്തിയതും. നീ രാജകുമാരിയാണെന്ന് പറഞ്ഞ് രമയെ പറ്റിച്ചു. അത് കഴിഞ്ഞു പറഞ്ഞു അനാഥയാണെന്ന്. ഇതിലെ ഏതൊക്കെയാ ശരിയെന്ന് ആർക്കറിയാം? പലരുടെയും ജീവിതകഥ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ 2 ജീവിതകഥ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഒരിടത്ത് പ്രിൻസസ്, മറ്റിടത്ത് ഓർഫൻ. ഇതൊരു വല്ലാത്ത കഥ തന്നെ. പലരുടെയും ജീവിതകഥ നീ ചിലപ്പോ വായിച്ചു കാണും. എന്റെ ജീവിതകഥ നീ വായിക്കണ്ട. അങ്ങനെ വായിച്ചാലും നിന്റെ തലച്ചോറിന് താങ്ങില്ല. ഹലോ മാഡം, എന്റെ വരവിന്റെയും പോക്കിന്റെയും കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്ക് എന്തായാലും ഇല്ല.